ഹലോ വെൽക്കം ബാക്ക്. ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വമ്പൻ വിമർശനങ്ങളാണ് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ആദ്യം ഉയർന്നു വരുന്ന പേര് സഞ്ജു സാംസൺ എന്ന പേര് തന്നെയായിരിക്കും. അവസാന ODI മത്സരം കളിച്ചത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതാ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ODI സ്ക്വാഡിലേക്കോ സഞ്ജുവിനെ പരിഗണിക്കുന്നേയില്ല. അതായത് ICC ട്രോഫികൾ വരുമ്പോൾ T20 ട്രോഫികളാണെങ്കിൽ നേരെ ODI കൊണ്ടിടും, ODI ട്രോഫികളാണെങ്കിൽ നേരെ T20യിൽ കൊണ്ടിടും. ഇത് വളരെ പതിവായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കരിയറിലെ ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു സമയമാണ് സഞ്ജു സാംസൺ. സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു ഹെഡ് ബ്രേക്ക് നൽകാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഉൾപ്പെടെ സങ്കടമാക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സ്ക്വാഡ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് സഞ്ജുവിനെ ഈ ഒരു സ്ക്വാഡിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തതെന്ന് എനിക്ക് എത്തും പിടിയും കിട്ടാത്തൊരു കാര്യമാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, 56 ആവറേജ് ODIയിൽ കീപ്പ് ചെയ്യുന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിന് മറികടന്ന് എന്തുകൊണ്ടാണ് പന്ത് സ്ക്വാഡിലേക്ക് വന്നതെന്ന് എനിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എന്താണ്, അതായത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ എന്താണ് പന്തെന്ന് എല്ലാവർക്കും വളരെയധികം വ്യക്തമാണ്. ഒരു ആവറേജ് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഗെയിം പ്ലേ മാത്രമാണ് പലപ്പോഴും ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അവിടെ ഋഷഭ് പന്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 33 മാത്രമാണ് ODIയിലെ അദ്ദേഹത്തിൻ്റെ ആവറേജ്. 56 ആവറേജ് ഉള്ള സഞ്ജു സാംസണുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അവിടെ ഋഷഭ് പന്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സഞ്ജുവിനെ ഏറെ വിമർശിച്ചിട്ടുള്ളൊരു താരമാണ് സുനിൽ ഗവാസ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്നലെ പിക്ക് ചെയ്ത 15 സ്ക്വാഡിൽ എങ്ങനെയാണ് സഞ്ജു സാംസനെ ഇൻക്ലൂഡ് ചെയ്യപ്പെടാതിരിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിക്ക് ചെയ്ത 15 സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും വിമർശിച്ച സുനിൽ ഗവാസ്കർ പോലും പറയുന്നുണ്ട്, അദ്ദേഹം ഫോം ഓഫ് ഹിസ് ലൈഫിലാണ് നിൽക്കുന്നത്. അദ്ദേഹം എന്തായാലും അവസാനം സെഞ്ചുറി അടിച്ച് നിൽക്കുന്നതാണ്. ഇത്രയും ആവറേജ് കീപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് സ്ക്വാഡിൽ ഇടാതിരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിൽ ഇർഫാൻ പത്താനുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ് KCയുടെ കാര്യം. എങ്ങനെയാണ് KCയുമായിട്ടുള്ള ഇഷ്യൂ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു ഇഷ്യൂ 2016 മുതൽ അല്ലെങ്കിൽ 2018 കാലഘട്ടങ്ങൾ മുതൽ തന്നെ വിസിബിൾ ആണ്. പക്ഷേ ഇതിങ്ങനെ അടഞ്ഞിരിക്കുന്നുവെങ്കിലും പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു സാംസൺ കളിക്കാൻ സമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് മെയിൽ അയക്കുകയും എന്നാൽ KC അത് അക്സെപ്റ്റ് ചെയ്യാതെ വരികയും അവർ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ആ ഒരു സ്ക്വാഡിൽ തന്നെ കളിക്കുകയാണെന്ന് പറയുകയും ചെയ്യുകയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് KCയുമായിട്ടുള്ള ഇഷ്യൂ എന്നും വിസിബിൾ അല്ല. അതിനെതിരെ അതുമായിട്ട് ആസ്ക് ചെയ്ത് BCCI ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്താണ് കാരണം കാര്യങ്ങളൊക്കെ. ഇനി KCയിൽ സഞ്ജു സാംസൺ തുടരുമോ അതോ ഏതെങ്കിലും ക്രിക്കറ്റ് അസോസിയേഷനിൽ കളിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും വരാൻ പോകുന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള 5 T20 സഞ്ജു സാംസണെ സംബന്ധിച്ച് നിർണായകമാണ്. ഇത്തരമൊരു ഹെഡ് ബ്രേക്കിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഏജ് 31 നോക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ICC ODI ഇവൻറ്റുകൾ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് T20 കൊണ്ടിടും. T20 ഇവൻറ്റുകൾ വന്നു കഴിയുമ്പോൾ ODI കൊണ്ടിടും. ഒരു ചാൻസ് കൊടുക്കുന്നില്ല അവിടെ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. BCCയുടെ ഇന്നർ പൊളിറ്റിക്സ് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ആ ഒരു സ്ക്വാഡ് സെലക്ഷനിൽ വളരെയധികം എടുത്ത് കാണിക്കുന്നുമുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രകടനം എന്താകുമെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് അറിയപ്പെടുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തി. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ.